ജനനായകൻ്റെ ട്രെയിലർ അങ്ങനെ വന്നിരിക്കുകയാണ്. ഒന്നും പറയാനില്ല, ഗൂസ് ബംസ് സാധനമാണ് വന്നിരിക്കുന്നത്. ദളപതിയുടെ ആ ഒരു പവർ ഈ ഒരു ട്രെയിലർ ശരിക്കും അറിയാനുണ്ട്. പിന്നെ ലാസ്റ്റ് സിനിമയാണെന്നുള്ളത് നമുക്ക് ആ ട്രെയിലർ കട്ട്സ് കാണുമ്പോഴേ അറിയാനുണ്ട്. പുള്ളിയുടെ കരിയറിലെ ബെസ്റ്റ് ട്രെയിലർ, ഇതുവരെ ഇറങ്ങിയതിൽ ഏറ്റവും നല്ല ട്രെയിലറായിട്ടാണ് എനിക്കൊരു ട്രെയിലർ തോന്നുന്നത്. ഫുൾ ആൻഡ് ഫുൾ ഒരു ദളപതി ഷോ തന്നെയാണ് ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ എടുത്ത് എച്ച് വിനോദ് പണി വെച്ചിരിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. അമ്മാതിരി രീതിക്കാണ് ഈ ഒരു ട്രെയിലർ വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ വേറെ ആരെക്കുറിച്ചും എനിക്ക് പറയാനൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. കറക്റ്റ് ദളപതിയെ തന്നെയാണ് ഞാൻ ഫുൾ ശ്രദ്ധിച്ചത്. പുള്ളി ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 51 വയസ്സായെങ്കിലും പുള്ളിയുടെ സ്വാഗിനും ആ ലുക്കിനും ഒന്നും ഒരു കോട്ടവും ആ എനർജി ലെവലൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ സാധനം. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം നമുക്ക് കാണാൻ പറ്റത്തില്ലെന്നുള്ള സങ്കടമേ ഉള്ളൂ. മ്യൂസിക് ആണെങ്കിലും നമ്മുടെ അനിരുദ്ധ് പൊളിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഈ ഇത്ര നാൾ കണ്ടതിൽ വിജയുടെ ഏറ്റവും ബെസ്റ്റ് ട്രെയിലർ തന്നെയാണ് ജനനായകൻ്റെ ട്രെയിലർ. പിന്നെ എനിക്ക് ആകെ ഒരു ചെറിയൊരു ഇതുകൊണ്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭവൻ കാസരിയുടെ ആ ഒരു സംഭവം ഈ ഒരു ട്രെയിലറിനകത്ത് കാണാനുണ്ട്. മമിതയും വിജയമായിട്ടുള്ള സംഭവമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അങ്ങനെ തോന്നിയത്. വേറെയൊക്കെ ഭയങ്കര ഡിഫറൻ്റായിട്ട് തോന്നി. ലാസ്റ്റ് എന്തോ ഒരു സാധനം റോബോട്ടോ എന്തോ ഒരു ഐറ്റം ഇടിക്കുന്ന പോലെയൊക്കെ വേറെ ലെവൽ പരിപാടിയാണ്. എന്തായാലും എച്ചിനത് കാച്ചു വെച്ചിട്ടുള്ളത്. എന്തായാലും ഇനി തിയേറ്ററിൽ ജനുവരി 9 നമുക്ക് പോയി കാണാം. പൊങ്കൽ വിന്നറാന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. നിങ്ങൾക്ക് ഈ ഒരു ട്രെയിലർ എത്രത്തോളം ഇഷ്ടപ്പെട്ടുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ എന്ത് വീഡിയോ